മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈസ്റ്റ് ഫെർമെന്റ് ചെയ്തെടുക്കാം. നമ്മൾ മെഷറിംഗ് കപ്പ് എടുത്തിരുന്ന 1/2 കപ്പ് പാലാണ് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടുന്ന ഈ ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ പഞ്ചസാര നമുക്ക് ഈ പാലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ ഡ്രൈ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ഒക്കെ ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 കപ്പ് മൈദയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ അളവ്. നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഈ ഒരു അളവിലാണ് നമ്മൾ 2 കപ്പ് മാവ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം. ഒരുപാട് കൂടി പോകരുത്. നമുക്ക് ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ എടുത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആകുന്ന വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മാവ് കയ്യിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൽ ഒന്ന് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 ഹവറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ഒരു മാവ്. അപ്പോൾ ഓയിലൊന്ന് ബ്രീസ് ചെയ്തെടുക്കണം നമുക്ക്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ആ മാവ് പരത്തിയിട്ട് ഡോണറ്റ്സിന്റെ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുക്കണം. അമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. അതേപോലെ പരത്തി കൊടുക്കണം. ഡോണറ്റ്സിന്റെ ഷേപ്പിൽ മുറിച്ചെടുക്കണം. ഇതേപോലത്തെ ഒരു നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഗ്ലാസ് എടുക്കണം. എല്ലാ ഭാഗവും നമുക്ക് ഇതേപോലെ സർക്കിളായിട്ട് മുറിച്ചെടുക്കണം. അതേപോലെ നടുവിൽ ഒരു ചെറിയ സംഭവം എടുത്തിട്ട് ഇതേപോലെ ഒരു സർക്കിളാക്കി എടുക്കാം. കുറച്ച് പ്ലേറ്റിൽ പൊടി തോന്നണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇത് നമ്മൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡോണറ്റ്സ് ഒക്കെ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യണത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. മേലെ കുറച്ച് ഓയിൽ ബ്രീസ് ചെയ്തിട്ട് 10 മിനിറ്റ്സോളം നമ്മൾ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമുക്ക് പൊരിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടുന്നൊന്നും അറിയില്ല. അപ്പോൾ നോക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നമുക്കത് പൊരിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം നമുക്ക് പൊരിച്ചെടുക്കണം. ഗൈസ് ഇപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഡോണറ്റ്സ് ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ ഫസ്റ്റ് സെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ എല്ലാം പൊരിച്ചെടുക്കണം. സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡോണറ്റ്സ്
മൊത്തം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്നട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ നമ്മളിത് ചോക്ലേറ്റിലേക്ക് അങ്ങനെ മുക്കുക, അങ്ങനെ എടുക്കുക, അങ്ങനെ മുക്കിയത് പാത്രത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ല അതേപോലെ ചെയ്ത് കൊടുക്കണം. നല്ല ചൂടുണ്ട്. ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ എല്ലാ ഡോണറ്റ്സ് നമുക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു ഡെക്കറേഷൻ നമ്മൾ കാഷ്നട്ട് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് നോക്കിയാന്ന് വിചാരിച്ചാൽ ഭയങ്കര ലൂസായി പോയി. അപ്പോൾ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതങ്ങനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രീമൊക്കെ ഡിപ്പ് ചെയ്ത് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്റർ ഞാൻ കൊടുക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റ് എങ്ങനെയാണ് പറയണം. അപ്പോൾ ഗൈസ്, അഭിപ്രായമൊക്കെ നല്ലതാണ്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പൊള്ളിയായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. പൊള്ളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി.